കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒപ്പീനിയൻ ചോദിക്കാനും കൂട്ടുകൂടാനും എല്ലാത്തിനും ഹസ്ബൻഡ് കൂടെയുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വൈകിയേ തിരിച്ചറിയും. കല്യാണം കഴിഞ്ഞ മിക്ക പെൺകുട്ടികൾക്കും ഫ്രണ്ട്ഷിപ്സ് ഗ്രാജ്വലി കുറയും. അത് മനഃപൂർവ്വമല്ല, ലൈഫിൽ ബിസി ആയി പോകുന്നതാണ്. പ്രയോറിറ്റീസ് ചേഞ്ച് ആവും, റെസ്പോൺസിബിലിറ്റീസ് കൂടും. അപ്പോൾ മെസ്സേജസ് കുറയും, കോൾസ് കുറയും. അങ്ങനെ പതിയെ ഫ്രണ്ട്സ് ഡിസ്റ്റൻ്റ് ആവും. പിന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഹസ്ബൻഡാണ്. അവർ തന്നെയാവും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ എൻറ്റയർ വേൾഡ് ഹസ്ബൻഡ് മാത്രമായി പോകുമ്പോഴാണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും ഹസ്ബൻഡിനോടാണ് ആദ്യം ഷെയർ ചെയ്യുക. ഇൻഫാക്റ്റ് നമ്മൾ വേറെ ആരോടും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഫോണിലൊരു റീല് കണ്ടാൽ പോലും അവർക്കായിരിക്കും സെൻഡ് ചെയ്യുന്നത്. പതിയെ നമ്മുടെ എല്ലാ തോട്ട്സും ഇമോഷൻസും അവരിലേക്ക് പോയി സെറ്റിൽ ആവാൻ തുടങ്ങും. എപ്പോഴെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലോ, ചിലപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടോ ബിസി ആയിട്ടോ അല്ലെങ്കിൽ ടയേർഡായിട്ടോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഹേർട്ടാവും. പിന്നെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ ഓവർ റിയാക്ട് ചെയ്യുകയാണോ? അതവരുടെ ഒരു റെസ്പോൺസ് ചേഞ്ച് ആയതുകൊണ്ടല്ല, നമുക്ക് മൈൻഡ് ഷെയർ ചെയ്യാൻ വേറൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ഇമോഷണൽ വേൾഡ് അവരിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയി. അതിന് പുറത്ത് വേറെ കണക്ഷൻസ് ഇല്ല, കോൺവെർസേഷൻസ് ഇല്ല, ഒരു സേഫ് സ്പേസ് തന്നെ ഇല്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർ നമ്മളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കണം, പറയാതെ അറിയണം എന്നൊക്കെയാണ്. പക്ഷേ ഒരാളുടെ കംപ്ലീറ്റ് ഇമോഷണൽ ലോഡ് വേറൊരാൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലാണ്. ഈ സിറ്റുവേഷൻ ഒരു സൈക്കിളാവും. നമ്മൾ ഹേർട്ടാവും, വീണ്ടും അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. അവർക്ക് ആ പ്രഷർ ഫീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ വിഡ്രോ ചെയ്യും. അപ്പോൾ നമ്മൾ കൂടുതൽ ഹേർട്ടാവും, ലോൺലിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ സ്വയം ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഇനിയൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല, ചോദിക്കില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കും. മാക്സിമം ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ നോക്കും. ഇത് സെൽഫ് റിലയൻസ് പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് ആക്ച്വലി സെൽഫ് അബാൻഡൻമെൻ്റ് ആണ്. നമ്മുടെ ഇമോഷണൽ നീഡ്സ് നമ്മൾ തന്നെ ഇഗ്നോർ ചെയ്യുകയാണ്. ഇത് ഹസ്ബൻഡായിട്ടുള്ള റിലേഷൻഷിപ്പിലും റിഫ്ലക്റ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് കുറയും, പഴയ പോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യില്ല, ഒരു ഡിസ്കണക്റ്റ് വരും. സംസാരിക്കാൻ ഒരുപാട് പേരുള്ളപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് കിട്ടും. പക്ഷേ ഇപ്പം നമ്മളിത് എല്ലാ വെയിറ്റും ഒരാളിലേക്ക് മാത്രം കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടില്ല. മാത്രമല്ല, അത് അവർക്കും ഡ്രെയിനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ജീവിക്കാൻ ഒരാൾ മാത്രം പോരാ. അതൊരു വീക്ക്നെസ് അല്ല, അത് ഹ്യൂമൻ നേച്ചറാണ്. നിങ്ങളിങ്ങനെ ഒതുങ്ങിപ്പോയ ഒരാളാണെങ്കിൽ വിഷമിക്കേണ്ട. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. അത് മാറ്റാൻ പറ്റും. നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ചെയ്യാൻ പറ്റുന്ന 2-3 ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തി ആണെന്ന് തോന്നുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് റീകണക്ട് ചെയ്യണം. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് പേരൊന്നും വേണ്ട. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കെയർ ചെയ്യുന്ന ഒരു 4-5 പേര് മതി. ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യണം. നമ്മളെ കംപ്ലീറ്റ്ലി ഒരാളിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. ഹസ്ബൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഓഫ് കോഴ്സ് യുവർ പാർട്ട്ണർ ഷുഡ് ബി യുവർ ബെസ്റ്റ് പേഴ്സൺ. പക്ഷേ നിങ്ങളുടെ എൻറ്റയർ വേൾഡ് ഹസ്ബൻഡ് മാത്രമായി പോകരുത്. ബിക്കോസ് ലൈഫിൽ എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് വന്നാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ കൂടി വേണമെന്ന് തോന്നും. അത് നാച്ചുറലാണ്. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? കമൻസിൽ പറയൂ. ലെറ്റ്സ് ടോക്ക്. സീ യു.